ശ്രീ സതീഷ് ഗോപി ഹൈഡ്രോഗ്രാഫർ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ സതീഷ് ഗോപി, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കേരളത്തിൻ്റെ തീരം കടലെടുക്കുകയാണ്, അല്ലെങ്കിൽ തീരശോഷണം ആശങ്ക ജനിപ്പിക്കുന്ന സാഹചര്യത്തിലേക്കാണ് നിലവിൽ എത്തിയിരിക്കുന്നത്. മന്ത്രി സജി ചെറിയാൻ നിയമസഭയിൽ തുറന്ന് സമ്മതിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. പ്രത്യേകിച്ച് നമുക്കറിയുന്നത് പോലെ തന്നെ മഹാരാഷ്ട്ര മുതൽ തമിഴ്നാട് വരെയുള്ള ഈ തീരദേശ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ തീരശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 45% കേരളത്തിൻ്റെ തീരം കടലെടുത്തു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതീവ ഗൗരവത്തോടെ വിലയിരുത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. അവിടെ എന്തുകൊണ്ട് ഇങ്ങനെ തീരശോഷണം സംഭവിക്കുന്നു എന്നതിൽ നമുക്ക് കാരണം അങ്ങനെ ഒരു കണ്ടെത്തൽ നടത്തിയാൽ മാത്രമേ എന്താണ് അതിൻ്റെ പ്രതിവിധി, ഏത് തരത്തിലാണ് അധികൃതർ അതിൽ ഇടപെടേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയും. തീരശോഷണം എന്നത് കേരളത്തെ പോലെ 600 കിലോമീറ്റർ തീരദേശമുള്ള ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഗുരുതരമായൊരു വിഷയമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് തീരശോഷണം എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. തീരത്ത് വളരെ ശക്തമായ രീതിയിൽ ഉള്ള തിരയടി മൂലവും അതുപോലെ തന്നെ 2016 ശേഷമുള്ള കാലാവസ്ഥാ വ്യതിയാനം, വളരെ ഗുരുതരമായ കാലാവസ്ഥാ വ്യതിയാനമാണ് 2016 ശേഷം ഉണ്ടായിരിക്കുന്നത്. ഓക്കി തുടങ്ങിയ ഏകദേശം 8ഓളം ചുഴലിക്കാറ്റുകൾ നമ്മുടെ തീരത്തെ കശക്കി എറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പരിണിത ഫലം നമ്മൾ അനുഭവിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ പടിഞ്ഞാറേ തീരം പണ്ട് ഇതിൽ നിന്നൊക്കെ വിമുക്തമായിരുന്നു. ഇങ്ങനെ ഒരു കൊടുങ്കാറ്റിന് പിന്നീട് വിധേയമാകാത്ത തീരമായിരുന്നു ഇന്ത്യയുടെ പടിഞ്ഞാറേ കടൽ തീരം, അത് കേരളവും ഉൾപ്പെട്ട കടൽ തീരം. പക്ഷേ 2016 ശേഷം ആ കഥ മാറി. അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നമുക്ക് കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് ഗ്ലോബൽ വാർമിംഗ്, അത് മാത്രമല്ല അതുകൊണ്ടുണ്ടാകുന്ന ഗ്ലോബൽ വാർമിംഗ് കൊണ്ടുണ്ടാകുന്ന കടലിലെ ജലനിരപ്പ് ഉയരുന്നത്, കാറ്റിൻ്റെ ഗതി മാറുന്നത്, ഗ്ലോബൽ വാർമിംഗ് മൂലം അതിശക്തമായ കാറ്റ് തീരത്തടിച്ച് മാറുന്നത്, ഇതിനൊക്കെ പുറമേ കേരളത്തിൽ 44 നദികളിൽ 41 നദികൾ അറബിക്കടലിലേക്കാണ് വന്നു ചേരുന്നത്. ഈ വന്നു ചേരുന്ന നദികൾ ഓരോ കാലത്തിലും, അതായത് ഒഴുക്കുള്ള സമയത്തെല്ലാം പിന്നീട് മണലും സെഡിമെൻസും ഒക്കെ നമ്മൾ അറബിക്കടലിൽ കൊണ്ടുവന്ന് ഇടുമായിരുന്നു. അങ്ങനെ അറബിക്കടലിനെ സമ്പുഷ്ടമാക്കുമായിരുന്നു. അങ്ങനെ സമ്പുഷ്ടമാക്കിക്കൊണ്ടിരുന്നത് കൊണ്ടാണ് നമ്മുടെ തീരപ്രദേശത്ത് ഏറ്റവും കൂടുതൽ മത്സ്യലഭ്യത ഉണ്ടായിരുന്നത്. ആ പ്രക്രിയയ്ക്ക് ഇപ്പോൾ തടസ്സം വന്നിരിക്കുന്നു. എങ്ങനെയാണ് തടസ്സം വന്നിരിക്കുന്നത്? നദികളിൽ നിന്നുള്ള അനിയന്ത്രിതമായ മണൽവാരൽ, പിന്നെ നദികൾക്ക് അക്രോസായിട്ട് നമ്മൾ കെട്ടിയിരിക്കുന്ന ഡാംസ്, ഇതൊക്കെ തന്നെ കായലുകളിൽ നിന്നുള്ള മണൽവാരൽ, ഇതെല്ലാം കടലിൽ വന്നു ചേരുന്ന മണലിൻ്റെയും സെഡിമെൻസിൻ്റെയും അളവ് കുറച്ചു. അപ്പോൾ കടലിലേക്ക് വന്ന് ചേരുന്ന ഈ സെഡിമെൻസും വേവ് ആക്ഷൻ മൂലം കടൽത്തട്ടിന് അടിയിലുണ്ടായിരിക്കുന്ന മണലുകൾ കൊണ്ടുവന്ന് നമ്മുടെ തീരത്തെ സമ്പുഷ്ടമാക്കുന്ന പ്രക്രിയയും, അതേപോലെ തന്നെ തീരത്തിന് സമാന്തരമായിട്ട് തെക്ക് മുതൽ വടക്കോട്ടും വടക്ക് നിന്ന് തെക്കോട്ടും സമുദ്രത്തിനടിയിലൂടെ സമുദ്രജല പ്രവാഹമുണ്ട്. ഈ പ്രവാഹം അത് ക്യാരി ചെയ്യുന്ന, അത് കൊണ്ടുവരുന്ന, അതിൻ്റെ ആ ജലപ്രവാഹത്തിൻ്റെ ശക്തി കൊണ്ട് അത് കാർന്നെടുത്തു കൊണ്ടുവരുന്ന മണൽ, ആ മണലിൻ്റെ ആ അംശവും ഇതെല്ലാം ചേർന്നാണ് നമ്മളെ തീരം പരിപുഷ്ടമാക്കുന്നത്. അപ്പോൾ ഇവിടെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ കലാകാലങ്ങളായിട്ടുള്ളൊരു പ്രതിഭാസം എന്ന രീതിയിൽ വേണം ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഈ അടുത്ത കാലത്തായിട്ട് ഇത് രൂക്ഷമാകുന്നത് ഈ കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ് ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നത്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ മണൽ, ഈ കരയിൽ നിന്നും കടലിൽ കൊണ്ടുപോകുന്ന ഈ മണൽ അത് റീഡിപ്പോസിറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് അത് കുറഞ്ഞു വരികയാണ്. അതാണ് ഇത്തരത്തിൽ തീരശോഷണം വർദ്ധിക്കാൻ കാരണമെന്നുള്ള ഒരു വിലയിരുത്തലുണ്ട്. ഇവിടെ എങ്ങനെ തടയാം? ഇവിടെ ശാശ്വതമായൊരു പരിഹാരമാണ് വേണ്ടത്. നമുക്ക് മുതലപ്പുഴ വിഷയമടക്കമുണ്ട്. എത്രത്തോളം പ്രത്യാഘാതം അവിടുത്തെ ജനത ഇതുമൂലം അനുഭവിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. ഇവിടെ ഒരു പ്രതിവിധി ഏത് തരത്തിലാണ് ഉണ്ടാകേണ്ടത്? തീർച്ചയായിട്ടും ഇതിന് പ്രതിവിധിയുണ്ട്. അതായത് നമ്മുടെ ഡെവലപ്ഡ് കൺട്രീസ്, അതായത് വികസിത രാജ്യങ്ങളെല്ലാം തന്നെ തീരപ്രദേശത്താണ് ഏറ്റവും കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നത്. അപ്പോൾ തീരപ്രദേശത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നത് കൊണ്ട് അവിടെ തീരശോഷണം സംഭവിക്കാനുള്ള സാധ്യത കൂടുന്നു. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? അതിന് വികസിത രാജ്യങ്ങളെല്ലാം എത്രമാത്രം ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നോ
അതിനനുസരിച്ചിട്ട് തീരപരിപോഷണം നടത്തിക്കൊണ്ടുവന്നു. അപ്പോൾ തീരപരിപോഷണം എന്താണെന്ന് വെച്ചാൽ കടലിലെ തിരക്കുഴിക്കപ്പുറം മണ്ണുണ്ട്. ആ മണ്ണ് ഡ്രഡ്ജ് ചെയ്തെടുത്ത് തീരത്ത് നിക്ഷേപിക്കണം. തീരത്ത് നിക്ഷേപിക്കുന്ന ആ പ്രവൃത്തിയെ നമ്മൾ പറയുന്നത് എന്താണ്? പിന്നീട് ആർട്ടിഫിഷ്യൽ കോസ്റ്റൽ നറിഷ്മെൻറ്റ്. ആർട്ടിഫിഷ്യൽ കോസ്റ്റൽ നറിഷ്മെൻറ്റ് നടത്തണം, തീരപരിപോഷണം നടത്തണം. ആ തീരപരിപോഷണം നടത്താനുള്ള മണ്ണ് നമ്മുടെ സമുദ്രത്തിലുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കണം. ഉണ്ട്. നമ്മുടെ സമുദ്ര തീരത്ത് ഒരു ഹൈഡ്രോഗ്രാഫർ എന്നുള്ള നിലയിൽ കേരളത്തിൻ്റെ തീരം മുഴുവൻ സർവേ ചെയ്തെടുത്ത ആ അനുഭവ സമ്പത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ്, നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ തീരത്തും കൊല്ലം ആലപ്പുഴ തീരങ്ങളിലും ആവശ്യത്തിനുള്ള മണ്ണ് കടലിൻ്റെ അടിത്തട്ടിലുണ്ട്. അത് തിരക്കുഴിക്ക് അപ്പുറം നിന്ന് എടുക്കണമെന്ന് പറയുന്നത് അതെടുത്ത് ഇവിടെ നിക്ഷേപിച്ചാൽ, കരയിൽ നിക്ഷേപിച്ചാൽ അത് എളുപ്പം കടലെടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ അത് മത്സ്യസമ്പത്തിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്കൊന്നും ഒരു കോട്ടവും സംഭവിപ്പിക്കുന്നില്ല. അങ്ങനെ എടുക്കുന്ന മണൽ തീരത്ത് നിക്ഷേപിക്കുമ്പോൾ കടലിൻ്റെ തീരക്കുഴിക്കപ്പുറം ആഴം കൂടുന്നു. ആഴം കൂടുമ്പോൾ അവിടെ തിരയുടെ ശക്തി കുറയും. അവിടെ മത്സ്യങ്ങളുടെ കൂട്ടം ആകർഷിക്കപ്പെടും. മത്സ്യസമ്പത്ത് അവിടെ വർദ്ധിക്കും. ഇങ്ങനെ എടുത്തിടുന്ന മണ്ണിൻ്റെ 1%, ഏകദേശം ഒരു 10-30%, കുറച്ച് ശതമാനം അത് തിരികെ കടലെടുത്തുകൊണ്ട് പോകും. വീണ്ടും നമ്മളിത് പരിപോഷിപ്പിക്കണം. ഇതൊരു തുടർ പ്രക്രിയയാണ്. അതായത് ഒരു പ്രാവശ്യം നമ്മളൊരു പാത്തി ഉണ്ടാക്കിയാൽ, മണൽ കൊണ്ടൊരു പാത്തി ഉണ്ടാക്കിയാൽ, തീരത്തിന് സമാന്തരമായി ഒരു പാത്തി ഉണ്ടാക്കിയാൽ ആ പാത്തി അവിടെ നിലനിൽക്കില്ല. വീണ്ടും അതിൻ്റെ ഒരു 10-30% എറോഡ് ചെയ്ത് പോവും. ആ എറോഡ് ചെയ്ത് പോകുന്നത് കാലാകാലങ്ങളിൽ മെയിനൻസ് ഡ്രഡ്ജിങ്ങിലൂടെ അത് പുനഃസൃഷ്ടിക്കണം. അങ്ങനെ പുനഃസൃഷ്ടിച്ചൊരു ബാലൻസിങ് ഉണ്ടാക്കണം. ആ ബാലൻസിങ് ഉണ്ടാക്കാൻ എത്ര രൂപ ചിലവ് വരുമെന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഒരു 10 കിലോമീറ്റർ നീളം തീരത്തിൽ 100 അടി വീതിയിൽ 100 മീറ്റർ വീതിയിൽ 10 അടി പൊക്കത്തിൽ, 10 അടി പൊക്കം എന്ന് പറയുന്നത് 3 മീറ്ററാണ്. അപ്പം 100 മീറ്റർ വീതിയിൽ 10 അടി പൊക്കത്തിൽ ഒരു 10 കിലോമീറ്റർ ദൂരം നമുക്ക് ഇതേപോലെ ചെയ്യണമെങ്കിൽ ഡ്രഡ്ജിങ് കോർപ്പറേഷൻ്റെ ഇന്നത്തെ ഡ്രഡ്ജിങ് നിരക്കനുസരിച്ചിട്ട് അവരുടെ നിരക്ക് 160 രൂപ മുതൽ 180 രൂപ വരെയാണ് ഒരു M3. അത് നമുക്ക് മാറ്റാം. ഒരു ക്യൂബിക് മീറ്ററിന് നമ്മൾ 200 രൂപ ഇട്ട് കണക്ക് കൂട്ടിയിരുന്നാലും 60 കോടി രൂപയെ വരെ ഉള്ളൂ. ഈ 60 കോടി രൂപ മുടക്കി നമ്മളെ ഇവിടെ തീരപരിപോഷണം നടത്തിയാൽ ഒരുവിധം നമുക്ക് പിടിച്ചു നിർത്താനാകും. അതല്ലാതെ നമ്മൾ പശ്ചിമഘട്ടത്തിലെ കരിങ്കല്ല് ഖനനം ചെയ്തെടുത്തുകൊണ്ടുവന്ന് തീരത്തെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞാൽ, അങ്ങനെ നമ്മൾ 60% നമ്മുടെ കേരളത്തിൻ്റെ തീരം കടൽ ഭിത്തി കെട്ടി നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഓരോ മൺസൂണിനും ആ കടൽ ഭിത്തി തകരുന്നു. മാത്രമല്ല, പശ്ചിമഘട്ടത്തിൽ നിന്നും നമ്മൾ ഈ കരിങ്കല്ലെടുക്കുമ്പോൾ പശ്ചിമഘട്ടത്തിന് വരുന്ന ദോഷം, പരിസ്ഥിതി ആഘാതം എന്ന് പറയുന്നത് വളരെ ഗുരുതരമാണ്. അപ്പോൾ അതിനെല്ലാം ശ്രീ സതീഷ് ഗോപി, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ പശ്ചിമഘട്ടത്തിലെ ഖനനം ചെയ്തെടുത്ത കരിങ്കല്ലുകൾ ഇവിടെ കൊണ്ടുവന്നിടുന്നു. അവിടെയും പരിസ്ഥിതിക്ക് കോട്ടം സംഭവിക്കുന്നു. ഇവിടെയും എന്താണോ അത് കൊണ്ടുവരുന്നത് അവിടെ യാതൊരു വിധത്തിലുള്ള പരിഹാരത്തിനും അത് ഉപകാരപ്രദമാകുന്നുമില്ല. താങ്കൾ പറഞ്ഞതുപോലെ ശാസ്ത്രീയമായ ഇടപെടലാണ് വേണ്ടത്. പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരുകൾ എന്തുകൊണ്ട് ഒരു മൗനം പാലിക്കുന്നു? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ സന്ദർശിച്ച് ഉടൻ പരിഹാര മാർഗം ഉണ്ടാക്കുമെന്നുള്ള ഉറപ്പ് നൽകുന്നു? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം നമ്മുടെ വിഴിഞ്ഞത്തെയും ഒക്കെ വേളിയിലേക്കും മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞതുപോലെ തന്നെ പിന്നീട് അവരെ കണ്ടിട്ടേ ഇല്ല. അത്തരം ഒരു സ്ഥിതിവിശേഷം മാറേണ്ടതല്ലേ? തീർച്ചയായും മാറേണ്ടതാണ്. ഇവിടെ ഈ കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് അലംഭാവമുണ്ടോ എന്ന് ചോദിച്ചാൽ അലംഭാവമുണ്ട് എന്ന് തന്നെ പറയാം. കാരണം ഒരു ഉദാഹരണം പറയാം. മുതലപ്പുഴി ഭാഗത്തെ ഒരു ഉദാഹരണം പറയാം. മുതലപ്പുഴി ഭാഗത്ത് ഇതുവരെയായിട്ട് 73 ആൾക്കാരുടെ ജീവനെടുത്തു. 73 ആൾക്കാരുടെ ജീവനെടുത്തു എന്ന് പറയുന്നത് നമ്മൾ വളരെ ഗുരുതരമായി കാണേണ്ട ഒരു വിഷയമാണ്. അതിനെ ലഘൂകരിച്ച് കാണാൻ ഒരിക്കലും സാധ്യമല്ല. ഒരാളുടെ മരണം പോലും, കടലിൽ മരണം പോലും അതിന് ഉത്തരവാദി സർക്കാരാണ് എന്നുള്ള തരത്തിൽ തന്നെ വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ 73 പേരുടെ മരണം, അത് നമുക്കൊരിക്കലും ഒരു കാരണവും കൊണ്ട് അതിനെ നീതീകരിക്കാൻ ഒക്കില്ല. അതായത് മുതലപ്പുഴി ഇപ്പോൾ ഒരു കണ്ണീർ പൊഴിയായി മാറിയിരിക്കുകയാണ്. അതിങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും ആ എണ്ണ ഇങ്ങനെ കൂടി വരികയാണല്ലേ? അതെ, തീർച്ചയായും മുതലപ്പുഴി ഒരു കണ്ണീർ പൊഴിയായി തന്നെ മാറുകയാണ്. ദിവസവും രാവിലെ അവിടെ നിന്ന് മത്സ്യബന്ധനത്തിന് പോകുന്ന ആൾക്കാർ, അവരുടെ കുടുംബങ്ങൾ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ്. അതായത് പോയ ആൾ മരണപ്പെടാതെ തിരിച്ചു വരുമോ ജീവനോടെ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കേരളത്തിൻ്റെ കോസ്റ്റൽ, അതായത് തീരപ്രദേശത്ത്
ഉപജീവനത്തിനായി മത്സ്യബന്ധനത്തിന് പോകുന്ന ആൾ ജീവനോടെ തിരിച്ചു വരാനുള്ള ചാൻസ് 50-50 50% ആണ് എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഒരു തീരം നമ്മുടെ കേരളത്തിനുണ്ടെങ്കിൽ ആ തീരത്തെ ആ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകി അത് എത്രയും വേഗം പരിഹരിക്കേണ്ടത് ഒരു മനുഷ്യൻ്റെ പിന്നീട് ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ടതാണ് ഒരു സർക്കാരിൻ്റെ പ്രാഥമിക കടമ. ആ പ്രാഥമിക കടമ അവിടെ നിറവേറ്റപ്പെടുന്നില്ല എന്നാണ് നമ്മൾ ആ വിഷയത്തിൽ കരുതേണ്ടത്. വളരെ ഇവിടെ കഴിഞ്ഞ ദിവസം ഈ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ആ ഒരു സ്ഥലം സന്ദർശിച്ച ശേഷം കൃത്യമായ രീതിയിലുള്ള ശാസ്ത്രീയമായ ഒരു ഇടപെടൽ ഉണ്ടാകും. എല്ലാ തരത്തിലും അവിടുത്തെ ജനങ്ങളുടെ ആധിയും വ്യഥയും മാറ്റാനുള്ള ഒരു ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് പറയുമ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം തീരദേശ മേഖലയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു വാക്കുകളും ഇടപെടലുമാണല്ലേ? തീർച്ചയായും നമുക്ക് പിന്നീട് കേന്ദ്ര പ്രതിനിധിയായ കേന്ദ്രമന്ത്രിയുടെ പക്കൽ എനിക്ക് തോന്നുന്നത് പിന്നീട് ഞങ്ങൾ കൊടുത്ത ആ കത്ത് എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഈ മുതലപ്പുഴി ഭാഗത്ത് കടലിനടിയിലൂടെ, അതായത് ഈ ഇട്ടിരിക്കുന്ന പുലിമുട്ടിൻ്റെ അടിയിലൂടെ എവിടെയാണോ അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് തെക്ക് ഭാഗത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന മണൽ വടക്ക് ഭാഗത്ത് തീരശോഷണം നടക്കുന്ന സ്ഥലത്ത് ബ്രേക്ക് വാട്ടറിൻ്റെ അടിയിലൂടെ പൈപ്പിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഈ തെക്ക് ഭാഗത്തെ മണൽ പമ്പ് ചെയ്ത് ഒരു ഇലക്ട്രിക് പമ്പ് വെച്ച് പമ്പ് ചെയ്ത് സാൻഡ് പമ്പ് വെച്ച് പമ്പ് ചെയ്ത് വടക്ക് ഭാഗത്ത് എത്തിച്ച് കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് തീരപരിപോഷണം നടത്തണം. അങ്ങനെ നടത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അഴിമുഖത്ത് മണ്ണടിയുന്നത് ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ കഴിയുമെന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ സർക്കാരിന് ഏകദേശം 4-5 വർഷം മുമ്പ് നമ്മൾ കൊടുത്തതാണ്. സർക്കാരിൻ്റെ തന്നെ സംവിധാനങ്ങൾ കൊടുത്ത ഒരു നിർദ്ദേശമാണ്. അതിന്നും ഫയലിൽ തന്നെ ആ നിർദ്ദേശങ്ങൾ ഉറങ്ങുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടതിൻ്റെ പരിഹാര മാർഗം? നമ്മൾ അവിടെയാണ് ശ്രീ സതീഷ് ഇവിടെ ഒരു വിരോധാഭാസം. കാരണം മന്ത്രി തന്നെ ഇക്കാര്യം നിയമസഭയിൽ സമ്മതിക്കുന്നു. കാരണം ഇതാണ് യാഥാർത്ഥ്യമെന്ന്. പക്ഷേ അതേ മന്ത്രിയോ അതേ മന്ത്രിസഭയോ വകുപ്പോ ഇക്കാര്യത്തിൽ ഒരു ഇടപെടലും നടത്തുന്നുമില്ല അല്ലേ? തീർച്ചയായും നടത്തുന്നില്ല. അതായത് നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്ക് എപ്പോഴും കടലിൽ കല്ലിടുന്നതിനോടുകൂടിയാണ് അഭികാമ്യം. അത് ഞാൻ തെളിയിച്ചു പറയുന്നില്ല, ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ടേ പറയുന്നുള്ളൂ. തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥരിൽ ഒരു വിഭാഗം വളരെ നല്ല സത്യസന്ധരായ ഉദ്യോഗസ്ഥരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയട്ടെ, അത് കല്ലിടാനാണ് താല്പര്യം. അവർക്ക് തീരപരിപോഷണം നടത്താനോ മറ്റുള്ള കാര്യങ്ങൾക്കോ വലിയ താല്പര്യം കാണിക്കില്ല. ഇതിലൊരു ശാശ്വതമായ പരിഹാരം കേരള തീരത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ റോൾ എന്താണ് എന്നുള്ളതാണ് അവിടെ ഉയർന്നു വരുന്ന ഒരു ചോദ്യം. ഇവിടെ 5400 കോടി രൂപ അടുത്ത 5 വർഷത്തേക്ക് തീരദേശം സംരക്ഷിക്കാൻ വേണ്ടി വകയിരുത്തിയിട്ടുണ്ട് എന്ന് നമ്മുടെ മന്ത്രി തന്നെ 2021 പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു 60 കോടി രൂപയുണ്ടെങ്കിൽ നമുക്ക് 10 കിലോമീറ്റർ ദൂരം തീരപരിപോഷണത്തിലൂടെ നമുക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയും. ഇപ്പോൾ ഇവിടെ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ടൂറിസ്റ്റുകൾ കുറയുന്നു. ഞാൻ ഇതിന് അനുബന്ധമായിട്ടാണ് പറയുന്നത്. ടൂറിസ്റ്റുകൾ കുറയുന്നു. എന്തുകൊണ്ടാണ്? കേരളത്തിൽ സമ്പുഷ്ടമായിരുന്ന തീരപ്രദേശങ്ങൾ നമുക്ക് അന്യമാവുന്നു. ഇപ്പോൾ വരുന്ന ടൂറിസ്റ്റുകൾ ഫോക്കസ് ചെയ്യുന്ന റിപ്പോർട്ട് പ്രകാരമാണ്, ഹിന്ദു പത്രത്തിൽ വന്ന ഒരു റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ വരുന്ന ടൂറിസ്റ്റുകൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ അകത്തുള്ള തടാകങ്ങളും കായലും അതുപോലെ പിന്നീട് ഇൻഡോർ ടൂറിസത്തിലാണ് അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മുടെ തീരപ്രദേശം, അതായത് നമ്മുടെ ബീച്ച് ടൂറിസം പാടെ അവഗണിക്കപ്പെടുന്നു. നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനം നേടിത്തരുന്ന ഒരു വിഭാഗമാണ് ടൂറിസം. അതവിടെ നിൽക്കട്ടെ, ടൂറിസം അവിടെ അതൊക്കെ നിൽക്കട്ടെ. നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് തീരപ്രദേശത്തെ കാര്യത്തിൽ. പക്ഷേ ഞാനിത് അനുബന്ധമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ സാൻഡ് പമ്പ് കൊണ്ട് ഈ കാര്യം നടത്തണമെന്ന് നമ്മൾ മുൻപേ കൊടുത്തിരുന്നിട്ടും അത് ഫയലിൽ ഉറങ്ങുന്നു. തീരപരിപോഷണം നടത്താനുള്ള പണമുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പണമുണ്ട്. എവിടെയൊക്കെയാണ് നമുക്ക് തീരം ഏറ്റവും കൂടുതൽ തീരം കവർന്നെടുത്തുകൊണ്ട് പോകുന്ന എറോഡ് ചെയ്ത് പോകുന്നത് എന്ന് വെച്ചാൽ കൃത്യമായ റിപ്പോർട്ടുകളുണ്ട്. ഏതൊക്കെ ഭാഗത്താണ് തീരം കവർന്നെടുത്ത് പോകുന്നത്, അവിടെ നമുക്ക് എന്ത് ചെയ്യാനൊക്കും എന്ന് ചോദിച്ചാൽ ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്ത് അതിന് പ്രതിവിധി കണ്ടെത്തി ഈ നമ്മളെ തീരത്തിനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ നമ്മൾ പിന്നീട് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ മുൻപിരുന്ന ആൾക്കാർ, അതായത് ഒരു 4-5 വർഷമായിട്ട്, അതായത് ഓക്കി വന്നതിന് ശേഷമാണ് ഇത് വളരെ ഗുരുതരമായിട്ട് ഇത് കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ ഓക്കി വന്നതിന് ശേഷം എത്ര റിപ്പോർട്ടുകൾ നമ്മൾ സർക്കാരിലേക്ക് കൊടുത്തു കഴിഞ്ഞു. ആ റിപ്പോർട്ടുകളെല്ലാം കാലാകാലങ്ങളിൽ അതിൻ്റേതായ ഗൗരവം കണക്കാക്കി നടത്തിയിരുന്നുവെങ്കിൽ ഒറ്റ ചോദ്യമേ ഉള്ളൂ, 73 ജീവനുകൾ പൊലിയുമായിരുന്നോ?
നമ്മുടെ തീരത്ത്, നമ്മുടെ തിരുവനന്തപുരത്തെ തീരത്ത്, അതായത് ഈ ഭരണസിരാകേന്ദ്രത്തിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ 20-25 കിലോമീറ്റർ മാത്രം മാറിക്കിടക്കുന്ന നമ്മുടെ മൂക്കിന് താഴെ കിടക്കുന്ന ഈ മുതലപ്പുഴയിൽ വിലയേറിയ 73 ജീവനുകൾ പൊലിയുമായിരുന്നോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. അത് ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. പക്ഷേ നമ്മളൊരു കാര്യം, ഒരു മരണം നടക്കുമ്പോൾ പോലും ആ മരണം എന്തുകൊണ്ടാണ് തീരപ്രദേശത്ത് നടന്നത്, അതിന് നഷ്ടപരിഹാരം നൽകിയോ, അതായത് തീരത്തിൻ്റെ പ്രദേശങ്ങൾ CRSന്റെ നോംസ് അനുസരിച്ചിട്ട് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഏരിയയാണ്. അവിടെ 200 മീറ്റർ ആൾക്കാരെ മാറ്റി പാർപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ കേരളത്തിൻ്റെ പ്രത്യേക സംവിധാനങ്ങൾ എന്താ പറയുന്നത്, കേരളത്തിൻ്റെ ഇപ്പോഴത്തെ നിലപാടുകൾ, ഇപ്പോഴത്തെ നില എന്താണ്, തീരപ്രദേശത്തെ ആൾക്കാരുടെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ എത്രയാണ്, അതെല്ലാം കണക്കാക്കിക്കൊണ്ട് കേരളത്തിന് കുറച്ച് ഇളവുകൾ തന്നു. ആ ഇളവുകളിലും പറയുന്നത് യാതൊരു കാരണവശാലും ഹൈ ടൈഡ് ലൈനിൽ നിന്നും 50 മീറ്റർ മാറിയേ ആൾക്കാരെ താമസിപ്പിക്കാവൂ. അപ്പോൾ അതിന് 10 മീറ്റർ അടുത്ത് ആരെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഹൈ ടൈഡ് ലൈനിൽ തന്നെ ആൾക്കാർ വീട് വെച്ച് താമസിക്കുന്നുണ്ടെങ്കിൽ അവരെ സർക്കാർ ചിലവിൽ മാറ്റി അവർക്കൊരു സ്ഥലം കൊടുത്ത് വീട് വെച്ച് അവരെ മാറ്റി പാർപ്പിക്കേണ്ടതാണ്. കാരണം അവരാണ് ആദ്യം ഈ പിന്നീട് മൺസൂണിൻ്റെ ആക്ഷന് അവരുടെ വീട് നശിക്കുന്നതല്ല, ഏറ്റവും കൂടുതൽ അവരാണ് അനുഭവിക്കുന്നത്, ഏറ്റവും അടുത്തുള്ളവർ. അവരെ പുനരധിവസിപ്പിക്കേണ്ടതിൻ്റെ ബാധ്യത സർക്കാർ ഏറ്റെടുക്കണം. എന്തുകൊണ്ടാണ് അവർ വളരെ കടലിനടുത്തായത്? പണ്ട് തീരപ്രദേശം വളരെ കുറച്ച് അകലെയായിരുന്നു. ഓരോ വർഷവും തീരത്തിൻ്റെ പിന്നീട് തീരഭൂമിയുടെ വിസ്തൃതി കുറഞ്ഞ് ഇപ്പോൾ അവർ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ഹൈ ടൈഡ് ലൈൻ എത്തി. ആ ഹൈ ടൈഡ് ലൈനിൽ നിന്ന് 10 മീറ്റർ അടുത്ത് താമസിക്കുന്നവരെ സർക്കാർ ചെലവിലാണ് മാറ്റി താമസിക്കുന്നത്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ തീരം കടലെടുക്കുന്ന ഒരു സാഹചര്യം, അധികാരവർഗ്ഗങ്ങൾ മുഖം തിരിക്കുന്ന ഒരു സാഹചര്യം.